കുടുംബ കോടതികളിൽ നടക്കുന്ന കേസുകളെപ്പറ്റി സാമാന്യം എല്ലാവർക്കും അറിയാം. ഈ കുടുംബ കോടതിയിൽ കേസുകൾ നടക്കുമ്പോൾ അതിൽ ഉണ്ടാകാവുന്ന ഒരു വ്യത്യാസം, കുടുംബ കോടതിയിലെ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ മറ്റു കേസിൽ ഉൾപ്പെട്ട ആളുകളേക്കാൾ കൂടുതൽ ജാഗരൂകരായി, കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നതായി പലപ്പോഴും കാണാറുണ്ട്. മറ്റൊന്നുമല്ല, കേസിനെ പറ്റി കൂടുതലായി അഭിഭാഷകരോട് സംസാരിക്കാനും കേസിൻ്റെ അടുത്ത നടപടികൾ എന്തായിരിക്കുമെന്നൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഇടപെടാനുമൊക്കെ താല്പര്യപ്പെടുന്ന ആളുകളാണ് കുടുംബ കോടതിയിലെ നല്ലൊരു ശതമാനം കേസിൽ വരുന്ന ലിറ്റിഗൻസും കക്ഷികളും. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം 4 കാര്യങ്ങളാണ്. 1, കുടുംബ കോടതിയിൽ എന്തൊക്കെ കേസുകൾ നടക്കാം. 2, ഈ കുടുംബ കോടതിയിൽ കേസുകൾ നടക്കുമ്പോൾ അതിൽ ക്രൂരത എന്ന് പറയുന്ന ഡിവോഴ്സിന് വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ. 3, കുടുംബ കോടതിയിൽ ഈ പണം തിരിച്ചു കിട്ടാനും സ്വർണം തിരിച്ചു കിട്ടാനും നടക്കുന്ന കേസുകളുണ്ട്, അതിലുണ്ടാകാവുന്ന തെളിവുകളുടെ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വിഷയം. 4, കുടുംബ കോടതിയിൽ ചെലവിന് വേണ്ടി കൊടുക്കുന്ന കേസിൽ ചെലവിന് വേണ്ടി ഉത്തരവായിട്ടും ചെലവ് നൽകാതിരിക്കുമ്പോൾ മറ്റ് കേസുകളെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ബാധിക്കുമെന്നുള്ള ഈ 4 വിഷയങ്ങളാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. 1, കുടുംബ കോടതിയിൽ എന്തൊക്കെ കേസുകളാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, കുടുംബ കോടതി പൊതുവേ ഡൈവേഴ്സിന് വേണ്ടി മാത്രമുള്ള, ഡിവോഴ്സ് കിട്ടാനുള്ള ഒരു സ്ഥലം മാത്രമല്ല. വിവാഹമോചന കേസുകൾ മാത്രമല്ല കുടുംബ കോടതിയിൽ നടക്കുന്നത്. അവിടെ വിവാഹമോചനത്തിനുള്ള കേസുകളാകാം. വിവാഹമോചന കേസുകൾ തന്നെ 2 തരത്തിലുണ്ട്. 1, കണ്ടസ്റ്റിംഗ് കേസുകൾ, ക്രൂരത അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രൗണ്ടുകൾ, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കക്ഷി മറ്റേ കക്ഷിയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഒരു കേസ്. അതിൻ്റെ തന്നെ 2ാം ഭാഗത്ത് വരുന്നത് മ്യൂച്വൽ പെറ്റീഷനുകൾ വരാറുണ്ട്. 2 പേരും സമ്മതിച്ചുകൊണ്ട്, ഇപ്പോഴെല്ലാം നടക്കുന്നത് കൂടുതലും അങ്ങനെയാണ്. 2 പേരും സമ്മതിച്ച് എല്ലാ വിഷയങ്ങളും പറഞ്ഞു തീർത്ത് കൊടുക്കാനുള്ള പണവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തുള്ള മ്യൂച്വൽ പെറ്റീഷനുകളും കുടുംബ കോടതിയിൽ ഡിവോഴ്സിൻ്റെ കൂട്ടത്തിൽ വരാറുണ്ട്. അതാണ് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്ന കേസുകൾ പ്രധാനമായിട്ടുള്ളത്. 2ാമത്തേത് കുടുംബ കോടതിയിൽ റിട്ടേൺ ഓഫ് മണി ആൻഡ് ഓർണമെൻറ്റ്സ്. കുടുംബ കോടതി പല വിവാഹങ്ങളും വിവാഹ സമയത്ത് സ്വർണം അതല്ലെങ്കിൽ പണം മറ്റെന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ബന്ധം വേർപെടുന്ന സമയം അല്ലെങ്കിൽ ബന്ധം വഷളാകുന്ന സമയം ഇത് തിരിച്ചു കിട്ടുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടാകാറുണ്ട്. അപ്പോൾ അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള കേസുകളും കുടുംബ കോടതിയിൽ കൊടുക്കാറുണ്ട്. മറ്റൊരു വിഭാഗം കേസുകളെന്ന് പറയുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് ആണ്. അതായത് ഏതെങ്കിലും ഒരു കക്ഷി തിരിച്ച് കൂടെ വന്ന് താമസിക്കുന്നതിന് വേണ്ടി വിവാഹബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കൊടുക്കുന്ന കേസുകൾ, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. മറ്റൊരു വിഭാഗം കേസുകൾ പൊതുവെ വരുന്നത് കുട്ടികളുടെ കസ്റ്റഡി സംബന്ധിച്ചാണ്. കുട്ടികളുടെ കസ്റ്റഡി ഗാർഡിയൻ ആൻഡ് വാട്ട്സ് പെറ്റീഷൻ അനുസരിച്ച് കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടി കുടുംബ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ആ പെറ്റീഷനിൽ കുടുംബ കോടതി തെളിവെടുത്ത് കുട്ടികളെ ആരുടെ കൂടെ വിടണം എന്നൊക്കെയുള്ള തീരുമാനം വരുന്ന കസ്റ്റഡി ഒ പികളാണ്. GOP, ഗാർഡിയൻ ഒ പികളാണ് ആ കുടുംബ കോടതിയിൽ വരുന്ന മറ്റൊരു വിഭാഗം. വേറൊരു പ്രധാനപ്പെട്ട വിഭാഗം കേസുകൾ അവിടെ വരുന്നത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടാണ്. ജീവനാംശം, ഈ കുട്ടിക്കും അമ്മയ്ക്കുമൊക്കെ ജീവനാംശം കൊടുക്കാൻ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് ബാധ്യസ്ഥനാണ്. അത് കുട്ടികൾ വലുതാകുന്നത്, ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അവർ മേജർ ആകുന്നത് വരെയും പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിയുന്നത് വരെയും. വൈഫിനെ പറ്റി പറയുമ്പോൾ എ വൈഫ് അൺഎബിൾ ടു മെയിൻറ്റെയിൻ ഹെർസെൽഫ്, സ്വയം ജീവിക്കാൻ ശേഷിയില്ലാത്ത, ജീവനാംശം സ്വയമായിട്ടുണ്ടാക്കി ജീവിക്കാൻ പറ്റാത്ത ഭാര്യമാർക്ക് എന്തായാലും ജീവനാംശം കൊടുത്തിരിക്കണം. ഇങ്ങനെയുള്ള ചില കേസുകളാണ് കുടുംബ കോടതിയിൽ ഏതൊക്കെ കേസുകൾ ഫയൽ ചെയ്യാം എന്ന കൂട്ടത്തിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കേസുകൾ. വിവാഹമോചന കേസുകൾ കൂടുതലും ക്രൂരതയുമായി ബന്ധപ്പെടുത്തിയൊക്കെയായിരിക്കും കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രൂരത എന്ന് പറയുന്നത് എങ്ങനെ പ്രൂവ് ചെയ്യും, ഏത് അർത്ഥം വരെ വരാമെന്നൊക്കെ സാധാരണ എല്ലാവർക്കും സംശയമുണ്ടാകുന്ന കാര്യമാണ്. ഈ ക്രൂരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിഭാഷകരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ പ്രധാനമായും ഇപ്പോഴുള്ള കോടതി വിധികളൊക്കെ അനുസരിച്ച് പരാമർശങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ക്രൂരത എന്ന് പറയുന്നത് അത് മെൻ്റലാകാം, മാനസികമാകാം, ശാരീരികമാകാം. ഇത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പെരുമാറ്റ രീതികളൊക്കെ ക്രൂരതയായിട്ട് വരാം. പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് ചീത്ത പറയുന്നത്, മറ്റു ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അത് ഓരോ കേസിൻ്റെയും സാഹചര്യം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ക്രൂരത എന്ന് പറയുന്നത് കുടുംബ കോടതിയിൽ ലിറ്റിഗൻസായി പോകുന്ന ആളുകൾ അവർ സ്ഥാപിച്ചെടുക്കുന്നതനുസരിച്ചിരിക്കും. നിശ്ചിത സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് പങ്കാളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് തെളിയിക്കാൻ പറ്റുന്നതാണ് ക്രൂരത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ക്രിമിനൽ കേസുകളിലൊക്കെ ആണെങ്കിൽ അത് സംശയത്തിന് അതീതമായി തെളിയിക്കണം. പക്ഷേ കുടുംബ കോടതിയിൽ പോലുള്ള ഒരു സിവിൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ അവിടെ പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റീസ് എന്നാണ് അതിൻ്റെ തത്വം. അതായത് സാധ്യതകൾ അനുസരിച്ച് സാധ്യതകൾ വെച്ച് തെളിയിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ക്രിമിനൽ കേസ് പോലെ പൂർണ്ണമായും സംശയങ്ങൾക്ക് അതീതമായി തെളിയിക്കലല്ല, പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റീസ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ക്രൂരത പോലുള്ള സംഭവങ്ങളിൽ ഒരു തെളിവായി കോടതിയിൽ വരുന്നത് എന്നർത്ഥം. മറ്റൊരു വിഷയം ഈ റിട്ടേൺ ഓഫ് മണി ആൻഡ് ഗോൾഡ് ഓർണമെൻറ്റ്സ് കേസുകളിലാണ്. തിരിച്ചു കിട്ടാനുള്ള സ്വർണവും കല്യാണ സമയത്ത് കൊടുത്ത ആ മറ്റു പണം അതല്ലെങ്കിൽ മറ്റു പാരിതോഷികങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നത് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിലാണ്. ആ കാര്യങ്ങളിലും
ഇവിടെ നമുക്ക് കൃത്യമായി ഇപ്പോൾ സാധാരണ ആളുകൾ ചിലപ്പോൾ ബില്ലുകളൊന്നും സൂക്ഷിച്ച് വെക്കില്ല. ചിലപ്പോൾ സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റം ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇപ്പോൾ ഹിന്ദു വിവാഹങ്ങളിലൊക്കെ ആണെങ്കിൽ ചില SNDP പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ രേഖകളൊക്കെ ഉണ്ടാകും. അതുപോലെ NSS പോലുള്ള അത്തരം സമുദായ സംഘടനകൾ ഇടപെട്ട് നടക്കുന്ന വിവാഹങ്ങൾക്ക് അതൊരു കസ്റ്റമിൻ്റെ ഭാഗമായി അവിടെ കൊടുക്കുന്ന ആഭരണങ്ങൾ സംബന്ധിച്ചോ മറ്റു സമ്മാനങ്ങൾ സംബന്ധിച്ചോ ഒക്കെ രേഖകളുണ്ടാവും. അത് കോടതിയിൽ വിളിച്ചു വരുത്താനും ഒക്കെ സാധിക്കും. പക്ഷേ ക്രിസ്ത്യൻ വിവാഹങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നതും വാങ്ങുന്നതും സംബന്ധിച്ച് കൃത്യമായ രേഖകളൊന്നും ഉണ്ടാകാറില്ല. പകരം ചിലപ്പോൾ സാക്ഷികളുണ്ടാകും. പിന്നെ സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ബില്ലുകളൊന്നും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റാറില്ല. കാരണം പല ഘട്ടങ്ങളിലായി വാങ്ങി വെച്ചിട്ടുള്ള അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള സ്വർണ്ണമായിരിക്കും ഈ പെൺകുട്ടികളുടെ വിവാഹ സമയത്ത് കൊടുക്കുന്നത്. അതുപോലെ പണം കൊടുക്കുന്നതുമൊക്കെ വിവാഹ സമയത്തൊന്നും ആയിരിക്കില്ല, അതിന് മുന്നേയുള്ള ഘട്ടങ്ങളിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ഈ റിട്ടേൺ ഓഫ് മണി ആൻഡ് ഗോൾഡ് ഓർണമെൻറ്റ്സ് എന്നുള്ള സാഹചര്യങ്ങൾ കേസുകൾ തെളിയിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇത് എൻട്രസ്റ്റ് ചെയ്തു എന്ന് തെളിയിക്കലാണ് വേണ്ടത്. ഈ സ്വർണം അതല്ലെങ്കിൽ ഇത്രയും ആഭരണങ്ങൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ വിവാഹ സമയത്തോ അത് ഏതു സമയത്താണോ അത് കൃത്യമായി എതിർകക്ഷിയുടെ ബന്ധുക്കളെയോ എതിർകക്ഷിയെയോ ഏൽപ്പിച്ചു എന്ന് തെളിയിക്കലാണ് ആദ്യം വേണ്ടത്. അങ്ങനെ ഒരു എൻട്രസ്റ്റ്മെൻറ്റ് തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ മറിച്ച് തെളിയിക്കേണ്ടത് ഈ വരൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റായിട്ട് വരുന്ന ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. ഒരിക്കൽ വിവാഹ സമയം അത് കസ്റ്റമിൻ്റെ ഭാഗമായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഭർത്താവിൻ്റെ ആളുകളെ ഏൽപ്പിച്ചു എന്ന് സംശയമില്ലാത്ത രീതിയിൽ പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റീസ് എന്ന തത്വം അനുസരിച്ച് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയുമായി അത്തരം കേസ് നടത്തുന്ന ആളുകൾക്ക് തെളിയിക്കാനായാൽ പിന്നീട് ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ സാധനങ്ങൾ തിരിച്ച് കൊണ്ടുപോയി എന്ന് തെളിയിക്കേണ്ടത് ആരെയാണോ എൻട്രസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെന്ന് ആദ്യം പറഞ്ഞത് അവരുടെ വീട്ടുകാരാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ ഭർത്താവാണ് തെളിയിക്കേണ്ടത് പോയ സമയത്ത് ഈ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെയുള്ളത്. അത് ഇവിടെ കൂട്ടി വായിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റ് ചില കോടതി വിധികളൊക്കെ ഉള്ളത് ഇപ്പോൾ ഇത്തരം സ്വർണ്ണവും മറ്റും തിരിച്ചു കിട്ടാനുള്ള കേസിൽ അതിൻ്റെ കൂടെ തന്നെ ഭാര്യയോ അല്ലെങ്കിൽ കുട്ടികളോ മെയിൻ്റനൻസിന് വേണ്ടി ചിലവിന് കിട്ടാൻ വേണ്ടി ജീവനാംശത്തിന് വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഇടക്കാല ഉത്തരവോ മറ്റു ഉത്തരവുകളോ കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ ഉത്തരവ് അംഗീകരിക്കാത്ത അനുസരിക്കാത്ത ഭർത്താവാണെങ്കിൽ റെസ്പോണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഈ മറ്റ് കേസുകളിലുള്ള മറുപടി ഫയൽ ചെയ്യുന്നത് നിയമപരമായി കോടതിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. ഇപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് തിരിച്ചു കിട്ടാനുള്ള കേസിൽ ശരിയായ മറുപടി പറയാനുണ്ടെങ്കിൽ കൂടിയും മറ്റേ മെയിൻ്റനൻസ് കേസിൽ അത് കൊടുക്കാത്തത് കൊണ്ട് കോടതി ഉത്തരവ് ഉണ്ടായിട്ടും കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ പറയുന്ന മറുപടി കോടതി സ്വീകരിക്കാതിരിക്കാം. അതും ഇതുമായി ബന്ധപ്പെടുത്തി ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. ചെലവിന് കിട്ടുന്നതിന് വേണ്ടി ജീവനാംശത്തിന് വേണ്ടി ഭാര്യയും മക്കളും കൊടുക്കുന്ന ഒരു കേസാണ് കുടുംബ കോടതിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം കേസുകൾ. അത് ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ 125 വകുപ്പ് അനുസരിച്ച് കൊടുക്കുന്നുവെങ്കിലും കുടുംബ കോടതികൾ ഉള്ള സ്ഥലങ്ങളിൽ കുടുംബ കോടതികളിലാണ് ആ കേസ് നടക്കുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായും ഒരുപക്ഷെ കോടതി ഇടക്കാല ഉത്തരവുകൾ കൊടുക്കാം, താൽക്കാലിക ജീവനാംശം കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവിടാം. എത്രയാണോ ഈ ഭർത്താവിൻ്റെ വരുമാനം അതിന് ആനുപാതികമായിട്ടായിരിക്കും ചിലവിന് കൊടുക്കാനുള്ള ഉത്തരവിടുന്നത്. മാത്രമല്ല ഭാര്യയ്ക്ക് സ്വന്തമായി ചിലവ് ചെയ്ത് ജീവിക്കാനുള്ള അവസരമില്ല, അതിനുള്ള സാധ്യതകളില്ല എന്നും കൂടി കോടതിക്ക് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലായിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത്തരം കേസുകളിലൊക്കെ എത്രയായിരിക്കണം മെയിൻ്റനൻസിൻ്റെ അളവ് എന്നതിന് വേണ്ടി ഈ കൗൺസിലറുടെ റിപ്പോർട്ട് കൂടി ഒരു കാരണമാക്കി ഒരു ഘടകമാക്കി കോടതി പരിഗണിക്കാറുണ്ട്. ഇവിടെ പറയേണ്ട ഒരു വിഷയം കുടുംബ കോടതിയുടെ എല്ലാ കേസുകളിലും ആദ്യം കൗൺസിലിംഗ് ആയിരിക്കും. കക്ഷികൾ ആദ്യം ഹാജരായി കഴിയുമ്പോൾ പിന്നീട് അയക്കുന്നത് കൗൺസിലിങ്ങിനാണ്. കൗൺസിലിംഗ് പരാജയപ്പെടുമ്പോഴാണ് കോടതിയിലേക്ക് തിരിച്ച് ഫയൽ വന്ന് അവിടെ കോടതിയിൽ വീണ്ടും കേസിൻ്റെ ഘടന പുനരാരംഭിക്കുന്നത്, തെളിവെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുന്നത്. അപ്പോൾ കൗൺസിലറുടെ റിപ്പോർട്ട് സാധാരണഗതിയിൽ കൗൺസിലറുടെ റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ടാണ്, കോടതിയിൽ തെളിവിനായിട്ട് സ്വീകരിക്കില്ല, കോടതിയിൽ കൗൺസിലറെ വിളിച്ചു വരുത്താൻ പറ്റില്ല, ക്രോസ് വിസ്താരം പറ്റില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ചെലവ് സംബന്ധിച്ച കാര്യങ്ങളിൽ ചെലവിൻ്റെ മാനദണ്ഡം എത്ര രൂപ കൊടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു അനുമാനം കോടതിക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി കൗൺസിലറുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ കൗൺസിലർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു മെമ്മറാണ്ടമാണ്. മുഴുവൻ പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളുമല്ല, അതിൻ്റെ ഒരു മെമ്മറാണ്ടം, ഒരു സംഗ്രഹമാണ് കൗൺസിലർ റിപ്പോർട്ടാക്കി ഫയൽ ചെയ്യുന്നത്. ആ റിപ്പോർട്ട് കോടതിക്ക് എത്ര രൂപ ചെലവിന് കൊടുക്കണം എന്ന ഒരു തീരുമാനത്തിലെത്തുന്നതിന് വേണ്ടി സഹായകരമായ രേഖയായി ഉപയോഗിക്കാമെന്നും കോടതി വിധികളുണ്ട്. അതൊരു എക്സെപ്ഷനായിട്ട് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കോടതികളിൽ കൗൺസിലിങ്ങിന് ഒരു പ്രധാനപ്പെട്ട സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കുടുംബ കോടതിയിൽ ഏത് കേസാണെങ്കിലും, ഡിവോഴ്സ് കേസാണെങ്കിലും കുട്ടികളുടെ കസ്റ്റഡി കേസാണെങ്കിലും എന്തു സംബന്ധിച്ച കേസുകളാണെങ്കിലും ആദ്യത്തെ നടപടി രണ്ട് കക്ഷികളും ഹാജരായി കഴിയുമ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടി വിടുക എന്നുള്ളതാണ്. കൗൺസിലിംഗ് നടത്തിയതിന് ശേഷം കൗൺസിലർ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കും. അതിന് കൗൺസിലർ റിപ്പോർട്ട് മുമ്പ് പറഞ്ഞതുപോലെ രഹസ്യ റിപ്പോർട്ടാണെങ്കിലും രണ്ട് എക്സെപ്ഷൻസ് അതിനുണ്ട്. ഒന്ന്, കുട്ടികളുടെ കസ്റ്റഡി സംബന്ധിച്ച കേസിൽ കുട്ടിയെ ആരുടെ കൂടെ വിടുന്നതായിരിക്കും ആ കുട്ടിയുടെ വെൽഫെയറിന് നല്ലത്, കുട്ടിയുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു കുട്ടിയുടെ ക്ഷേമം ഏത് മാതാപിതാക്കളുടെ അപ്പൻ്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ ആരുടെ കൂടെ വിടുന്നതാണ് നല്ലത് എന്ന് കോടതിക്ക് ഒരു അനുമാനത്തിലെത്താൻ കൗൺസിലർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്
വേണമെങ്കിൽ പരിശോധിക്കാം. ആ റിപ്പോർട്ട് ഒരു രേഖയായി കോടതിക്ക് കണക്കിലെടുക്കാം. അപ്പോൾ രണ്ട് വിഷയങ്ങളെന്ന് പറയുന്നത് കൗൺസിലർ റിപ്പോർട്ട് ഈ കോടതി പരിഗണിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് കുട്ടിയുടെ കസ്റ്റഡി ആർക്ക് കൊടുക്കണമെന്ന ഒരു തീരുമാനത്തിലെത്താൻ, രണ്ട് ചെലവിന് കിട്ടുന്ന കേസുകളിൽ ചെലവിന് കൊടുക്കാൻ കോടതി തീരുമാനിക്കുന്ന കേസിൽ എത്ര രൂപയൊക്കെ ചെലവിന് കൊടുക്കണം എന്നൊരു അനുമാനത്തിലെത്തുന്നതിനും ഈ കൗൺസിലറുടെ റിപ്പോർട്ട് പരിഗണിക്കാം. ബാക്കി എല്ലാ വിഷയങ്ങളിലും ഈ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഒരു തെളിവിൽ സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുടുംബ കോടതിയുടെ പ്രത്യേക ചട്ടങ്ങൾ പ്രകാരം കൗൺസിലറുടെ റിപ്പോർട്ട്, അത് കുടുംബ കോടതി ചട്ടങ്ങളുടെ റൂൾ 29 to 30 ആ ഭാഗങ്ങളിലൊക്കെയാണ് പറയുന്നത്. പ്രത്യേക ചട്ടങ്ങൾ അനുസരിച്ച് കൗൺസിലറുടെ റിപ്പോർട്ട് ഒരു രഹസ്യ റിപ്പോർട്ടാണ്. അതൊരിക്കലും കോടതിയിൽ കക്ഷികൾക്ക് അതിൻ്റെ പുറത്ത് തെളിവ് ഹാജരാക്കാനോ ക്രോസ് വിസ്താരം നടത്താനോ സാധ്യതയില്ല. പക്ഷേ രണ്ട് അവസരങ്ങളിൽ മാത്രം കോടതിക്ക് അതിൻ്റെ പുറത്ത് ഒരു തീരുമാനമെടുക്കാൻ ഉപയോഗിക്കാം. ഒന്ന് കുട്ടികളുടെ കസ്റ്റഡി സംബന്ധിച്ച വിഷയത്തിലും, രണ്ട് ചെലവിന് കൊടുക്കുന്ന കാര്യത്തിൽ എത്ര രൂപ ചെലവ് നൽകണം എന്നുള്ള വിഷയങ്ങളിലും ഈ റിപ്പോർട്ട് ഉപയോഗിക്കാം.